ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഹെയർ ഡ്രോയിങ് ആണ്. ഇപ്പോഴും പലർക്കും ഹെയർ വരയ്ക്കുന്ന എങ്ങനെ അറിയില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം അവരൊക്കെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഹെയർ വരയ്ക്കുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്തു വരുന്ന രീതിയൊക്കെ ഒന്ന് മനസ്സിലാക്കി കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഗ്രിഡ് ലൈൻസ് വരയ്ക്കുക, അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഗ്രിഡ് ലൈൻസ് വരയ്ക്കാവുന്നതാണ്. ഇപ്പോഴും പലർക്കും ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്ന എങ്ങനെയാണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിത് 2 സെൻറ്റിമീറ്റർ വെച്ചാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൽ ഗ്രിഡ് ലൈൻസ് വരച്ചിരിക്കുന്നത്. പേപ്പർ A4 ആണ്, ഐവറി പേപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 210 GSM വരുന്ന പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ പെൻസിൽ യൂസ് ചെയ്തേക്കുന്ന ആർട്ട്ലൈൻ്റെ പെൻസിലാണ്. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി HP പെൻസിലാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അത് നമ്മൾ ഹെയർ വയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ട്ലൈൻ്റെ തന്നെ 10B 8B യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ 6B യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യത്തെ നമ്മൾ കുറച്ച് ഭാഗത്തൊക്കെ നമ്മൾ HP പെൻസിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വരച്ച് പോവുകയാണ് ചെയ്തത്. കാരണം നിങ്ങൾ ആ മുടിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അവിടെ നമുക്ക് കുറച്ച് ലൈറ്റ് ഇരിക്കുന്ന കുറച്ച് ഏരിയാസും പിന്നെ കുറച്ച് നരച്ച മുടി വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നമ്മൾ ലൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ HP പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരച്ച് പോയേക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ രണ്ടാമതൊന്നുകൂടെ അടുത്തൊരു ലെയറായിട്ട് നമ്മൾ 8Bയും 10B ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഓരോ കോളം നോക്കിയിട്ട് ഏത് കോളത്തിലാണ് ഡാർക്ക്നെസ് കൂടി മുടി വരുന്നത്, ഏത് കോളത്തിലാണ് ഡാർക്ക്നെസ് കുറഞ്ഞ മുടി വരുന്നത് എന്ന് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ നമ്മൾ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യത്തിൽ കൺഫ്യൂഷനൊന്നുമില്ല. ഓരോ കോളം നോക്കി ചെയ്ത് പോയാൽ മാത്രം മതി. പിന്നെ നിങ്ങൾ പെൻസിൽ ഷാർപ്പൻ ചെയ്ത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ മുടി വരയ്ക്കാൻ പ്രത്യേകിച്ച് പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പൻ ചെയ്താൽ നമുക്ക് നല്ല പോലെ മുടി വരയ്ക്കാൻ പറ്റുള്ളൂ. ഓരോ മുടി പോലെ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ പെൻസിൽ ഷാർപ്പൻ ചെയ്ത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്ന കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മൾ ഒന്ന് വരച്ച് കഴിഞ്ഞിട്ട്, അതായത് മുടി ഫുള്ളായിട്ട് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രഷൊക്കെ ഉപയോഗിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നുന്ന രീതി കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മളെല്ലാം ഒരേ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് പോലും നമ്മൾ ഓരോ വീഡിയോയ്ക്കും കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകുന്നുണ്ട്. അത് നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആളുകൾ വന്ന് നമ്മുടെ വീഡിയോ കാണുവാണെങ്കിൽ അവർക്ക് ഈ വീഡിയോയ്ക്ക് തന്നെ കാര്യം മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ പഴയ വീഡിയോ നോക്കാണ്ട് തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകുന്നത്. പിന്നെ വെറുതെ വീഡിയോ കണ്ടു പോകാണ്ട് നിങ്ങളത് കേട്ടിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് നോട്ടിഫിക്കേഷൻ ഓളുന്നുള്ള ഓപ്ഷൻ അതിനുള്ളത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഡ്രോയിങ് പഠിക്കുവാൻ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം നമ്മളിപ്പോൾ എല്ലാ ദിവസവും തന്നെ വീഡിയോ ഇടാറുണ്ട്. പിന്നെ ട്യൂട്ടോറിയൽ വീഡിയോസ് കൂടുതൽ ഇടാറുണ്ട്. അതുപോലെ മെത്തേഡും ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ കളർ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റ് ഒക്കെ കയറി നോക്കാവുന്നതാണ്. പിന്നെ ഡ്രോയിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ചോദിക്കാം. കമൻറ്റായിട്ട് ചോദിച്ചാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ മെസ്സേജായിട്ട് നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുവഴി വന്നിട്ട് നിങ്ങൾക്ക് എന്നോട് മെസ്സേജ് ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയച്ചു തരാൻ പറ്റുമെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരിക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം കുറച്ച് പേരൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മളിവിടെ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഹെയർ ഡ്രോയിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഏത് ഡ്രോയിങ് നമ്മൾ ചെയ്താലും ഒരു 3 അല്ലെങ്കിൽ 4 പാർട്ടൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്ത് തീർക്കുക. കാരണം ഓരോ പാർട്ടിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾക്കത് ഡ്രോ ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നോക്കി. കാരണം ഒരു വീഡിയോയ്ക്ക് തന്നെ നമ്മൾ ഒന്നിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോയി കഴിയുമ്പം നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം നമ്മൾ ഓരോ പാർട്ടായിട്ട് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല, അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 3 നമുക്ക് വലിയ താമസിക്കാതെ ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾ.